ചേട്ടാ, ചേട്ടന്റെ അച്ഛൻ വന്നേക്കുന്നു. ഇപ്പൊ 4 മാസമായി. നിങ്ങൾക്ക് അച്ഛനെ കാണുന്നില്ലെങ്കിൽ അച്ഛന് നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അച്ഛാ, അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി തിരക്ക് കാരണം. പിന്നെ അച്ഛൻ ഇപ്പൊ തന്നെ ഇറങ്ങുമല്ലേ? എടാ, അതിന് ഞാനിപ്പോ ഒന്ന് കേറുന്നില്ലേ. അതെ അച്ഛാ, അച്ഛൻ ഒന്ന് പോയി കുളിച്ചേച്ചു. ഞാൻ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി. നീ എന്നെ ഈ പുറകെ കിടന്ന് കഥകളി കാണിക്കും. തോർത്തന്നെ എനിക്ക് കുളിക്കാനുള്ളൂ. മകളെ, കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പക്കം കൂടി. അച്ഛൻ നല്ല വിശപ്പുണ്ടായിരിക്കും എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പോർക്ക് കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അച്ഛൻ വീട്ടിൽ പോകാറായില്ലേ? നീ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എടാ, എന്റെ മരുമോളെ സ്നേഹത്തോടെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് അതൊന്ന് കഴിക്കാൻ പോലും നീ സമ്മതിക്കുന്നില്ല. അവക്കുള്ള സ്നേഹം പോലെ നിനക്ക് എന്നോട് ഇല്ലല്ലോടാ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ജനിപ്പിച്ച് തന്തയില്ലടാ. ചേട്ടൻ എന്താ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നത്? അച്ഛനൊരു പാവല്ലേ? എടി, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പറയുന്നത്. അച്ഛൻ വേഗം വീട്ടിലോട്ട് പോക്കേ. ആഹാ, ഞാനെന്നാ അത് തിന്നിട്ടുള്ളൂ. അച്ഛൻ എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല അടിപൊളി ഭക്ഷണം. ഇവന്റെ വാക്കും കെടുത്ത് കഴിക്കാതിരുന്നെങ്കിൽ നഷ്ടം ആയി പോനെ. മോളെ, ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം കേട്ടോ. അച്ഛാ, വയറിനിപ്പോ എങ്ങനെയുണ്ട്? മോനെ, 10ാമത്തെ തവണ ഞാൻ ബാത്റൂമിൽ കയറുന്നേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി ഒന്ന് ആശുപത്രി കൊണ്ടുപോകാവോ? അച്ഛാ, ഇത് അറിയാവുന്നോണ്ടല്ലേ ഞാൻ അച്ഛനോട് കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിച്ചിട്ട് ഞാൻ 1 മാസം ആശുപത്രി കിടന്ന്. 1 മാസമോ? അച്ഛാ, പിന്നെ എനിക്ക് വീട്ടിൽ വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അച്ഛനും അമ്മയും കുറച്ചു കാലം കൂടി ജീവനോടെ കാണണം. അതുകൊണ്ടാ വരാത്ത. എനിക്ക് അളത്ത് മുടി വന്നു. ഞാൻ പിന്നെ വരാം.